ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ക്ലാസ് 8 സെക്കൻഡ് ടൈം എന്ന പ്ലേലിസ്റ്റിലുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ്. അതേപോലെ തന്നെ ആകെ മാർക്ക് 40ആണ്. 1.5 മണിക്കൂർ സമയമാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ മനസ്സിലാവാനും പിന്നീട് നോക്കുന്ന വഴി നിങ്ങളുടെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ മനസ്സിലാവാനും അതേപോലെ തന്നെ റിപ്പീറ്റഡ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്കറിയാം ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതൊക്കെ റിപ്പീറ്റ് ചെയ്തു എന്ന്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യങ്ങൾക്കൊക്കെ 2 മാർക്കാണ് ഉണ്ടാവുക. അങ്ങനത്തെ 5 ചോദ്യം ഉണ്ടാവും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള 1 വേർഡിൽ എഴുതേണ്ട ചോദ്യങ്ങളാണ്. ചിത്രം തിരിച്ചറിഞ്ഞ് മഹാശില സ്മാരകങ്ങളുടെ പേര് കൊടുക്കുക. അപ്പോൾ ഇവിടെ 2 മഹാശില സ്മാരകങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എന്താണ്? കുടക്കല്ലാണ്. ആദ്യത്തേത് കുടക്കല്ലാണ്. രണ്ടാമത്തേത് എന്താണ്? നാട്ടുകല്ലാണ്. കുടക്കല്ലും നാട്ടുകല്ലുമാണ്. രണ്ടാമത്തേത് നാട്ടുകല്ലുമാണ്. ഓക്കെ, അപ്പോൾ കുടക്കല്ല്, നാട്ടുകല്ല് അത് എഴുതുക. ഇനി രണ്ടാമത്തേത് ഇന്ത്യ ആക്രമിക്കാൻ അലക്സാണ്ടർ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം? 2 ഘടകങ്ങൾ എഴുതിയാൽ മതി. 2 മാർക്കിനാണല്ലോ. എന്തൊക്കെയാണ്? പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലെ മുഴുവൻ പ്രദേശങ്ങളും കീഴടക്കുക. പിന്നെ രണ്ടാമത് എന്താണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം? ഗ്രീക്ക് സംസ്കാരം വ്യാപിപ്പിക്കുക. ഇത് രണ്ടും ഉദ്ദേശിച്ചിട്ടാണ് ഇന്ത്യ ആക്രമിക്കാൻ അലക്സാണ്ടറിനെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ. ഇനി മൂന്നാമത്തെ ചോദ്യം, കുഷാന വംശത്തിലെ ശ്രദ്ധേയനായ ഭരണാധികാരി ആര്? കുഷാന വംശം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ട പ്രധാന ഭരണാധികാരി ആരാണ്? കനിഷ്കനാണ്. കുഷാന കാലത്ത് രൂപപ്പെട്ട ശില്പകലാ ശൈലി, ആ കാലത്ത് രൂപപ്പെട്ട ശില്പകലയ്ക്ക് ഒരു പേരുണ്ട്, അതാണ് ഗാന്ധാര ശില്പകല. അപ്പോൾ കനിഷ്കനാണ് കുഷാന വംശം. കനിഷ്കൻ, കുഷാന വംശം. പിന്നെ ശില്പകലയുടെ പേരെന്താണ്? ഗാന്ധാര ശില്പകല. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ചുവടെ നൽകിയിരിക്കുന്ന അംഗീകൃത ചിഹ്നങ്ങൾ ഏതെല്ലാം ഭൂസവിശേഷതയാണ് ഭൂപടത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത്? അപ്പോൾ ഭൂപടത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന സവിശേഷതയെക്കുറിച്ചും അതിൻ്റെ ആ നിറങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ സസ്യങ്ങളെ ഏത് നിറം കൊണ്ടാണ്, അതേപോലെ ജലാശയങ്ങളെ ഏത് നിറം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് വന്നത്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ 2 ചിഹ്നങ്ങൾ തന്നിട്ട് ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതെന്താണ്? കോട്ടയെ സൂചിപ്പിക്കുന്നതാണ്. ഇതോ ശവപ്പറമ്പാണ്. ഇതെന്താണ്? ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ വിചാരിക്കണം ഇതിൽ മാപ്പിൽ കോട്ടയുണ്ട്, ഇത് ശവപ്പറമ്പ്. ഓക്കെ, കോട്ട, ശവപ്പറമ്പ്. ഇനി അടുത്തത് മൗര്യ ഭരണകാലത്തെ നികുതികൾ സംബന്ധിച്ച പട്ടിക പൂർത്തിയാക്കുക. ഭാഗ എന്ന് പറഞ്ഞാൽ ഭൂനികുതിയാണ്. ഭാഗ എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഏർപ്പെടുത്തിയ നികുതിയാണ്. അപ്പം ഭൂനികുതി എന്ന് പറയാം. പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതിനെ ഒരു പേര് പറയും, അതെന്താണ്? ബലി. എന്താണ്? ഭാഗ, ഭൂനികുതി, ബലി എന്ന് പറഞ്ഞാൽ പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതി. 2 നികുതികളാണ്. ഭാഗ, ഭൂനികുതി, ബലി, പഴങ്ങൾക്കും പൂന്തോട്ടങ്ങൾക്കും മേലുള്ള നികുതി. ഇനിയുള്ള ചോദ്യങ്ങൾക്ക് 3 മാർക്കാണ്. അത് 4 ചോദ്യങ്ങളുണ്ടാവും. ഓക്കെ, അത് നോക്കാം. ലോകസഭയുടെ ഏതെങ്കിലും 3 സവിശേഷതകൾ എഴുതുക. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളുണ്ട്. ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന എത്ര അംഗങ്ങളുണ്ട്? 543. 543. ഇനി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങളുണ്ട്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. കാലാവധി 5 വർഷമാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. അപ്പോൾ ലോകസഭയെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന 543 അംഗങ്ങളുണ്ട്. നാമനിർദ്ദേശം ചെയ്യപ്പെട്ട 2 അംഗങ്ങളാണ്. ജനപ്രതിനിധി സഭ എന്നറിയപ്പെടുന്നു. കാലാവധി 5 വർഷമാണ്. സ്പീക്കർ അധ്യക്ഷനാണ്. ഇനി അടുത്തത് പ്രാചീന തമിഴകത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കാനുള്ള പ്രധാന സ്രോതസ്സുകൾ ഏതെല്ലാം? ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യനാണ്, നമ്മൾ പഠിച്ചാണ്. മഹാശില സ്മാരകങ്ങൾ, അതേപോലെ തന്നെ
മഹാശില സ്മാരകങ്ങൾ, പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, തമിഴ് ഗീതങ്ങൾ. ഇതൊക്കെ നമുക്ക് ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ പ്രാചീന തമിഴകത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള പ്രധാന സ്രോതസ്സുകളിൽ 3 എഴുതിയാൽ മതി. മഹാശില സ്മാരകങ്ങൾ, പഴന്തമിഴ് പാട്ടുകൾ, നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ. ഓക്കെ. ഇനി 8ാമത്തെ ചോദ്യം, സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിൽ, എങ്ങനെ ഉൽപ്പാദിക്കാം, ആർക്കു വേണ്ടി? ഇതൊക്കെയാണ് അടിസ്ഥാന തത്വങ്ങൾ. എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, എത്ര അളവിലാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, അത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, ആർക്കു വേണ്ടി ഉൽപ്പാദിപ്പിക്കാം? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സാമ്പത്തിക ശാസ്ത്രത്തിലെ അടിസ്ഥാന തത്വങ്ങൾ. ഇനി അടുത്തത്, സപ്തസൈന്ധവ പ്രദേശത്തെ ജനജീവിതത്തിൻ്റെ ഏതെങ്കിലും 3 പ്രത്യേകതകൾ എഴുതാനാണ്. വിവിധ ഗോത്രങ്ങളായി ജീവിച്ചു. സപ്തസൈന്ധവ ഇതിലെ 3 സവിശേഷതകളാണ്. വിവിധ ഗോത്രങ്ങളായി ജീവിച്ചു. ഓരോ ഗോത്രവും നിരവധി കുടുംബവും ഉൾപ്പെട്ടതായിരുന്നു. പ്രധാന തൊഴിൽ കന്നുകാലി വളർത്താണ്. ഗോത്രത്തിലെ മുതിർന്ന അംഗം ഗോത്രത്തലവനാണ്. വിധാത സഭ, സമിതി എന്നീ പേരുകളിൽ ഗോത്രസഭകളുണ്ടായിരുന്നു. കന്നുകാലികൾക്കും മേച്ചിൽപ്പുറങ്ങൾക്കും വേണ്ടി യുദ്ധങ്ങൾ നടത്തിയിരുന്നു. നേരത്തെ നമ്മൾ വേറൊരു പ്രത്യേകതയാണ് പഠിച്ചത്. ആര്യന്മാരുടെ പ്രത്യേകതയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ പഠിച്ചത്. ഇതിൽ നമ്മൾ പഠിക്കുന്നത് സൈന്ധവ പ്രദേശത്തെ സവിശേഷതകളാണ് നമ്മൾ പഠിച്ചത്. ഓരോ ഗോത്രവും നിരവധി കുടുംബങ്ങളുണ്ടായിരുന്നു. വിവിധ ഗോത്രങ്ങളായിട്ട് ജീവിച്ചു. പ്രധാന തൊഴിൽ കന്നുകാലി വളർത്തലാണ്. ഇനി അടുത്ത, അൾട്രാ വയലറ്റ് രശ്മികൾ കിരണങ്ങൾ സൃഷ്ടിക്കുന്ന ദോഷഫലങ്ങൾ. അൾട്രാ വയലറ്റ് രശ്മികൾ കാലാവസ്ഥ മാറ്റം. കാലാവസ്ഥ ഗണ്യമായ മാറ്റം ഉണ്ടാകുന്നു. ആഹാര ശൃംഖലയുടെ തകർച്ചയ്ക്ക് കാരണമാക്കുന്നു. കൃഷിനാശം സംഭവിക്കുന്നു. സസ്യവളർച്ച മുരടിക്കുന്നു. അകാല വാർദ്ധക്യം. പെട്ടെന്ന് വയസ്സാകുക. അകാല വാർദ്ധക്യം. അന്ധത അഥവാ നിശാതിമിരം ഉണ്ടാകുന്നു. തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ. ഇതിലേതെങ്കിലും 3 പോയിന്റ് എഴുതിയാൽ മതി. അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ടുള്ള ദോഷങ്ങൾ? ആദ്യത്തേത് കാലാവസ്ഥ മാറ്റം, ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ച മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, നിശാതിമിരം, ക്യാൻസർ, തൊലിപ്പുറത്തുണ്ടാകുന്ന ക്യാൻസർ. ഇനി നമുക്ക് 11 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി. 4 മാർക്കാണ് അതിനുള്ളത്. ആദ്യത്തേത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് മാച്ച് ചെയ്യാനാണ്. കുറിഞ്ചി, ആ തിണകളെക്കുറിച്ച് എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ കുറിഞ്ചി തീരപ്രദേശമല്ല. കുറിഞ്ചി നമ്മൾ പഠിച്ചത് മലപ്രദേശമാണ് അല്ലേ. കുറിഞ്ചി നമുക്ക് മലപ്രദേശമാണ്. അപ്പോൾ കാടും മലയും നിറഞ്ഞ പ്രദേശം എന്ന് എഴുതാം. മുല്ലൈ എന്ന് പറഞ്ഞാൽ പുൽമേടാണ്. മുല്ലൈ പുൽമേടാണ്. മരുതം വയലാണ്. നെയ്തൽ തീരപ്രദേശം. അപ്പോൾ കുറിഞ്ചി മലപ്രദേശമാണ്. മുല്ലൈ പുൽമേടുകളാണ്. മരുതം വയലാണ്. നെയ്തൽ തീരപ്രദേശമാണ്. ഇനി അടുത്ത, ചോർച്ച സിദ്ധാന്തം എന്ന ആശയം മുന്നോട്ട് വെച്ച ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇനി അതിൻ്റെ പ്രസ്തുത സിദ്ധാന്ത പ്രകാരം സമ്പത്തിൻ്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാം? നോക്കാം. അപ്പോൾ ദാദാഭായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത്. നേരത്തെ നമ്മൾ ലെസേഫിയർ സിദ്ധാന്തം അവതരിപ്പിച്ച ആരാന്ന് പറഞ്ഞു? ആഡം സ്മിത്ത് ആണ്. ഓക്കെ. അപ്പോൾ ലെസേഫിയർ സിദ്ധാന്തത്തിൻ്റെ 2 പ്രധാനപ്പെട്ട ആശയങ്ങൾ നമ്മൾ പറഞ്ഞു. സാമ്പത്തിക കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ പരിമിതപ്പെടുത്തുക. പിന്നെ ഒരു പോയിന്റും കൂടി പറഞ്ഞു. വ്യക്തി സ്വാതന്ത്ര്യം അനുവദിക്കുക. വ്യക്തികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം അനുവദിക്കുക. ഇത് നമ്മൾ പറയുന്നത് ചോർച്ച സിദ്ധാന്തത്തെക്കുറിച്ചാണ്. ഇതാരാണ്? ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. എന്തൊക്കെയാണ് ചോർച്ച സിദ്ധാന്തത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഉയർന്ന ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ. ഇന്ത്യയിൽ ഉയർന്ന ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഉയർന്ന ശമ്പളം നൽകൽ. അപ്പോൾ ഉയർന്ന ജോലി ചെയ്തവർക്ക് എന്ത് വേണം? ഉയർന്ന ശമ്പളം കൊടുക്കണം. ഉയർന്ന ജോലി ചെയ്തവർക്ക് കൂടുതൽ ശമ്പളം കൊടുക്കണം. പിന്നെ നെക്സ്റ്റ് പറഞ്ഞത്? ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾക്ക് തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ.
പിന്നെന്താണ്, സാമ്പത്തികമായിട്ടുള്ള ചോർച്ചയ്ക്ക് കാരണം എന്താണ്, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ കൊണ്ട് തുച്ഛമായ വിലകൾ കൊണ്ട് ശേഖരിച്ച് അതുണ്ടാക്കിയത് വലിയ വിലക്ക് ഇന്ത്യയിൽ തന്നെ വിറ്റഴിക്കുക. പിന്നെ ബ്രിട്ടൻ്റെ സാമ്രാജ്യത്തെ വികസനത്തിന് വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യാവസായിക ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. ഇതൊക്കെയാണ് ചോർച്ചാ സിദ്ധാന്തത്തിൽ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ബുദ്ധമതം പ്രചരിക്കുന്നതിന് വേണ്ടി അശോക ചക്രവർത്തി നടപ്പിലാക്കിയ പ്രവർത്തനങ്ങൾ. അപ്പോൾ ബുദ്ധമതം പ്രചരിപ്പിക്കാൻ വേണ്ടി, ബുദ്ധമതം ഇന്ത്യ പ്രചരിപ്പിച്ച ആരാണ്? അശോക ചക്രവർത്തിയാണ്. അശോക ചക്രവർത്തി അതിനു വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്ന് നോക്കാം. ഉദ്യോഗസ്ഥരെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും രാജ്യത്തിന് പുറത്തേക്കും അയച്ചു. അപ്പം ബുദ്ധമതം പ്രചരിപ്പിക്കാനായിട്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഉദ്യോഗസ്ഥരെ അയച്ചു. പിന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് പുറത്തേക്കും അയച്ചു. രണ്ടാമത്തേത് തൻ്റെ മകൻ മഹേന്ദ്രനെയും മകൾ സംഘമിത്രയെയും സിലോണിലേക്ക്, അതായത് ഇപ്പോഴത്തെ ശ്രീലങ്കയിലേക്ക് അയച്ചു. അപ്പം മകൻ മഹേന്ദ്രനെയും മകൾ സംഘമിത്രയിലേക്ക് എങ്ങോട്ടാണ് അയച്ചത്? ശ്രീലങ്കയിലേക്ക് അയച്ചു. എന്തിനാ? ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടി. ഇനി അടുത്ത, ബുദ്ധൻ്റെ ശരീരഭാഗങ്ങൾ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്തൂപങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. എന്താണ്? ബുദ്ധൻ്റെ ശരീരഭാഗങ്ങളോ അദ്ദേഹം ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്തൂപങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചു. ഓക്കെ, നാലാമത്തെ പോയിൻ്റായിട്ട് നമുക്ക് എഴുതാം. തൻ്റെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കാനായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ശാസനം സ്ഥാപിക്കുകയും പാറകളിൽ കൊത്തിവെക്കുകയും ചെയ്തു. അപ്പോൾ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. അപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ കാണത്തക്ക വിധത്തിൽ ശാസനങ്ങൾ സ്ഥാപിച്ചു. പാറകളിൽ ബുദ്ധമത ആശയങ്ങളൊക്കെ കൊത്തിവെക്കുകയും ചെയ്തു. അപ്പം 4 പോയിൻ്റാണ് നമുക്ക് എഴുതേണ്ടത്. 4 മാർക്കാണ്. അപ്പോൾ 4 പോയിൻ്റ് തീർച്ചയായും എഴുതണം. ഇനി നെക്സ്റ്റ് നമുക്ക് 2 എണ്ണത്തിന് ഉത്തരം എഴുതാൻ മതി. ഓരോന്നിനും 5 മാർക്കാണ്. അപ്പോൾ അത്യാവശ്യം 5 പോയിൻ്റെങ്കിലും നമ്മൾ എഴുതണം. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യൻ സമൂഹത്തിലും സംസ്കാരത്തിലും ജൈന ബുദ്ധമതങ്ങൾ നൽകിയ സംഭാവനകൾ എന്തെല്ലാം? അപ്പോൾ ജൈന മതത്തെക്കുറിച്ചും ബുദ്ധമതത്തെക്കുറിച്ചും നമ്മൾ അത്യാവശ്യം എഴുതണം. എന്താണ് ബുദ്ധമതം എന്താണ് നമുക്ക് എഴുതേണ്ടത്? ബുദ്ധമത സംഘങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ? ബുദ്ധമത സംഘങ്ങൾ സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തി. എന്താണ്? ബുദ്ധമത സംഘങ്ങൾ. അവർ സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു. ആ സംഘങ്ങൾ സമൂഹത്തിൽ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തി. പിന്നെ എന്താണ്? രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗുഹകൾ, എന്തൊക്കെയാണ് നിർമ്മിച്ച? ഗുഹകൾ, ചൈത്യങ്ങൾ, വിഹാരങ്ങൾ, സ്തംഭങ്ങൾ എന്നിവ നിർമ്മിച്ചു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ എന്തൊക്കെ നിർമ്മിച്ചു? ഗുഹകൾ, ചൈത്യങ്ങൾ, വിഹാരങ്ങൾ, സ്തംഭങ്ങൾ. ഇനി അടുത്തത് നളന്ദ, തക്ഷശില, വിക്രമശില തുടങ്ങിയ സർവകലാശാലകൾ വിദ്യാഭ്യാസത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ ബുദ്ധമത കാലത്തെ പ്രധാന വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയായിരുന്നു? നളന്ദ, തക്ഷശില, വിക്രമശില. നളന്ദ, തക്ഷശില, വിക്രമശില. നെക്സ്റ്റ്, കലാരംഗത്ത് കൈവരിച്ച പുരോഗതിയുടെ തെളിവുകൾ കൂടിയാണ്. പിന്നെ ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ സാംസ്കാരിക ബന്ധങ്ങൾ വളർത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചു. നെക്സ്റ്റ്, നമുക്ക് ജൈനമതത്തെക്കുറിച്ച് നോക്കാം. ഓക്കെ, ജൈനമതം ശിലാസ്തൂപങ്ങൾ, ഗുഹാക്ഷേത്രങ്ങൾ, പ്രതിമകൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചു. ഉദാഹരണം ഗോമതേശ്വര പ്രതിമ. എന്തൊക്കെയാണ്? ശിലാസ്തൂപങ്ങൾ ഉണ്ടാക്കി, ഗുഹാക്ഷേത്രങ്ങൾ ഉണ്ടാക്കി, പ്രതിമകൾ തുടങ്ങിയൊക്കെ നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിച്ചു. നെക്സ്റ്റ് നമുക്ക് 5 മാർക്കിൻ്റെ ചോദ്യം ഏതാണെന്ന് നോക്കാം. മഹാജനപദങ്ങളിൽ കൂടുതൽ ശക്തമായത് ഏതായിരുന്നു? മഗധയായിരുന്നു അല്ലേ? മഗധയായിരുന്നു. അതിന് കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഇരുമ്പയിരിൻ്റെ നിക്ഷേപം വൻതോതിൽ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിച്ചു. അപ്പോൾ മഗധയിൽ എന്തുണ്ടായിരുന്നു? ഇരുമ്പയിരിൻ്റെ നിക്ഷേപം ഉണ്ടായിരുന്നു. അത് എന്തായി? ആയുധങ്ങൾ നിർമ്മിക്കാനും അതേപോലെ തന്നെ കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങൾ നിർമ്മിക്കാനും വളരെയധികം സഹായിച്ചു. പിന്നെ ഗംഗയും പോഷകനദിയും മഗധയെ ഫലഭൂയിഷ്ടമാക്കി. അപ്പം കൃഷി കൂടുതൽ നടന്നു. അതുകൊണ്ട് തന്നെ അഭിവൃദ്ധി കൂടുതലുണ്ടായി. അപ്പം ഗംഗയും പോഷക നദികളും മഗധയെ ഫലഭൂയിഷ്ടമായി. വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ വഞ്ചികൾ പണിതു. യുദ്ധത്തിൽ ആനകളെ ഉപയോഗിച്ചു. കാർഷിക വാണിജ്യ പുരോഗതി കൈവരിച്ചു. നദീജല ഗതാഗതം മെച്ചപ്പെട്ടു. ശക്തരായ ഭരണാധികാരികളും സുശക്തമായ സൈന്യവും എന്തിനുണ്ടായിരുന്നു? മഗധയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ ശക്തരായ ഭരണാധികാരികളും പ്രബലമായ സൈന്യവും ഉണ്ടായതിനാൽ മഗധ ഭാരതീയ ചരിത്രത്തിൽ വളരെ വ്യക്തമായ പങ്ക് വഹിച്ച ഒരു രാജവംശമാണ്. അപ്പോൾ
ഇരുമ്പയിരിൻ്റെ നിക്ഷേപം വൻതോതിൽ ആയുധങ്ങളും കാർഷിക ഉപകരണങ്ങളും നിർമ്മിക്കാൻ സഹായിച്ചു. ഗംഗയും പോഷക നദികളും മഗധയെ ഫലഭൂയിഷ്ഠമാക്കി. വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ വഞ്ചികൾ പണിതു. യുദ്ധത്തിൽ ആളുകളെ ഉപയോഗിച്ചു. കാർഷിക വാണിജ്യ പുരോഗതി, നദീജല ഗതാഗതം, ശക്തരായ ഭരണാധികാരികളും സുശക്തമായ സൈന്യവും ഇതൊക്കെ മഗധയെ പ്രബല ശക്തിയാകാൻ സഹായിച്ചു. ഇനി അടുത്തത് തോതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂപടങ്ങളെ തരംതിരിച്ച് ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. അപ്പോൾ തോതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭൂപടങ്ങളെ രണ്ടായി തരംതിരിക്കാം. എന്തൊക്കെയാണ്? ചെറിയ തോത് ഭൂപടങ്ങൾ എന്നും വലിയ തോത് ഭൂപടങ്ങൾ എന്നും നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അപ്പോൾ തോതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭൂപടങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ്? ചെറിയ തോത്, വലിയ തോത്. ഓക്കെ, ചെറിയ തോത് ഭൂപടങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. വലിയ ഭൂപ്രദേശങ്ങളിലെ പ്രധാന വിവരങ്ങൾ മാത്രം. വലിയ ഭൂപ്രദേശമായിരിക്കും, പക്ഷേ അതിലെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിക്കില്ല. പ്രധാന വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ഭൂപടങ്ങളാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. അതിൻ്റെ ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം, ചുമർ ഭൂപടം. ഓക്കെ, ഇനി അടുത്തത് വലിയ തോത് ഭൂപടങ്ങൾ. അത് ഇതിൻ്റെ കൂടെ മിക്സായി പോയതാണ് വലിയ തോത് ഭൂപടങ്ങൾ. ഓക്കെ, വലിയ തോത് ഭൂപടങ്ങൾ ഏതൊക്കെയാണ്? താരതമ്യേന ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളാണ് വലിയ തോത് ഭൂപടങ്ങൾ. കഡസ്ട്രൽ ഭൂപടം, അതേപോലെ ധരാധലീയ ഭൂപടം. ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക. ചെറിയ തോത് ഭൂപടത്തിന് ഉദാഹരണം ഏതൊക്കെയായിരുന്നു? അറ്റ്ലസും അതേപോലെ തന്നെ ചുമർ ഭൂപടങ്ങളും. വലിയ തോത് ഭൂപടങ്ങൾക്ക് ഉദാഹരണമാണ് കഡസ്ട്രൽ ഭൂപടം അഥവാ അല്ലെങ്കിൽ ധരാധലീയ ഭൂപടം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ചെറിയ പ്രദേശങ്ങളുടെ വിശദമായ വിവരം. ചെറിയ പ്രദേശമായിരിക്കും, പക്ഷേ അവിടെ എന്തൊക്കെ സംഭവങ്ങളുണ്ടോ, പള്ളിക്കൂടം ഉണ്ടാവും, മതസ്ഥാപനങ്ങൾ ഉണ്ടാവും, കിണർ, പുഴ, അങ്ങനെ എന്തൊക്കെ ആ ഒരു പ്രദേശത്തുണ്ടോ അതിൻ്റെയൊക്കെ വിശദമായ വിവരങ്ങൾ ചിത്രീകരിക്കുന്ന ഭൂപടമാണ് വലിയ തോത് ഭൂപടങ്ങൾ. നമ്മുടെ പേരിൽ തന്നെ ഉണ്ട്, വലിയമായിട്ടുള്ള വിശദമായ വിവരങ്ങളാണ് അത് സൂചിപ്പിക്കുന്നത്. ചെറിയ തോത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഭൂപ്രദേശമായിരിക്കും, പക്ഷേ അതിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിക്കുന്നതാണ് ചെറിയ തോത് ഭൂപടങ്ങൾ. അതിന് ഉദാഹരണമാണ് അറ്റ്ലസ് ഭൂപടം. അപ്പോൾ ഇത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഏതൊക്കെയാണ്, ഇനി എന്തൊക്കെയാണ് ഇതിൽ മാറ്റങ്ങൾ വരട്ടെ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ഇനി നമുക്ക് അടുത്തൊരു ഡിസ്കഷനായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.